ഇത് മൊത്തം പോകണം. ലൈറ്റ് മൊത്തം പോകും. കിട്ടില്ല, ഇരുട്ടല്ലേ അവിടെ. വീട്ടിലും ഗ്രീഷ്മ ഇവിടെ നിൽക്കാൻ പാടില്ല. പൊതുവെ ഞങ്ങൾക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള നിലപാടാണ്. ജനങ്ങളുടെ ഇംഗിതം ഞങ്ങൾക്ക് അനുകൂലമാണ്. കേരളത്തിൽ ഭരണമാറ്റം വേണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷവും. അതിൻ്റെ സ്വാഭാവികമായ പ്രതിഫലനം ഈ മുനിസിപ്പൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഒന്ന്. ഇവിടെ അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും രാഷ്ട്രീയം, ഏകപക്ഷീയമായി മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന നടപടി ഇവിടെ പിൻവാതിൽ നിയമനത്തിലൂടെ പാവപ്പെട്ട ആളുകൾക്ക് കിട്ടേണ്ട എല്ലാ ജോലിയും തട്ടിക്കൊണ്ടു പോവുകയല്ലേ. 12 ലക്ഷം ആളുകളെ പിൻവാതിലൂടെ നിയമിച്ചു. അതിൻ്റെ അർത്ഥം 12 ലക്ഷത്തോളം അർഹിക്കുന്ന ചെറുപ്പക്കാർ ഇതിന് പുറത്തു പോയി എന്നാണ്. ആ അനീതിയോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അർഹിക്കുന്നവർക്ക് അവസരം കിട്ടണം. ആ അവസരം നിഷേധിക്കുന്നവരോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. അതൊക്കെ ജനങ്ങൾ ഒരു പ്രതികാരമായി മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ്. അവർക്ക് മധുരമായ പ്രതികാരം കൊടുക്കുന്ന സന്ദർഭം തെരഞ്ഞെടുപ്പ് മാത്രമാണ്. ആ തെരഞ്ഞെടുപ്പിൽ അതുണ്ടാവും. ശബരിമല വിഷയത്തിൽ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരകത്ത് കിടക്കുകയല്ലേ. ഇനി ബാക്കിയുള്ള അന്വേഷണം കൂടെ നടത്തിയാൽ ആരൊക്കെ പോകും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ.
അന്വേഷണം നടക്കട്ടെ, സത്യസന്ധമായ അന്വേഷണം വരട്ടെ. പ്രബലന്മാരെ ചെന്ന് മുട്ടുമ്പോൾ ഈ അന്വേഷണം നിന്നു പോകരുത്. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് വന്ന് പ്രബലന്മാരെ മുട്ടും, അപ്പോഴീ അന്വേഷണം നിന്നു പോകരുത്. കട്ടറിച്ചാടി പോലെയുള്ള അന്വേഷണമല്ല, സ്പീഡിൽ പോകുന്ന അന്വേഷണം നമുക്ക് വേണ്ടത്. കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് സമയത്ത് പഞ്ചായത്തിന്റെ യുഡിഎഫിന്റെ എത്രത്തോളം ഉണ്ടായിരിക്കും സാർ? ഞങ്ങൾ നല്ലതായിട്ട് മുന്നോട്ട് പ്രവർത്തിച്ചു. ഞങ്ങൾ ഒരാളുടെയും കുറ്റപ്പെടുത്താനില്ല. അവരവരുടേതായ വർക്ക് ചെയ്യുന്നു, ഞങ്ങൾ ഞങ്ങളുടേതായ വർക്ക് ചെയ്യുന്നു. ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ജനങ്ങളുടെ ഒരു അവരുടെ ആക്ഷൻസ് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് അത് തന്നെയാണ്. ആ നിലയിൽ ഞങ്ങൾ മുന്നോട്ട്. ചേട്ടാ വൈറ്റ് ചേട്ടാ വൈറ്റ് മാറുക. ായിട്ട് ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് നടക്കുന്നുവെന്ന് വിചാരിക്കുന്നു. എല്ലാം അനുഗ്രഹമായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. പുതിയ ഭരണസമിതി ഉടനെ വരുമ്പോൾ നാടിന് ഐശ്വര്യമാകും എന്ന് വിചാരിക്കും. പ്രത്യേകിച്ച് അങ്ങനെയൊന്നും വിഷയങ്ങളൊന്നുമില്ല ഇപ്പോൾ. പൊതുവെ ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അതിനുവേണ്ടി എല്ലാവരും തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. എല്ലാവരും അത് സന്തോഷമായിട്ട് സ്വീകരിക്കുന്നു. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ അസംബ്ലി ഇലക്ഷൻ അല്ല, ലോക്സഭ ഇലക്ഷൻ മുതലാണ് അസംബ്ലി ഇലക്ഷൻ. എല്ലാവർക്കും പ്രത്യേകമായ ആശംസകൾ നേരുന്നു. നന്നായിട്ട് വിജയിച്ചു വരട്ടെ. സമൂഹത്തിനും രാജ്യത്തിനും പ്രയോജനകരമായ നല്ല കൗൺസിലേഴ്സ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിജയാശംസകളും നേരുന്നു. ട്രൈപ്പോഡ് അവിടെ വെച്ചു സാറേ, ട്രൈപ്പോഡ് തന്നെ വെച്ചു, ലൈവ് ഉണ്ട്. സാധ്യത